ഇനി ഹൈസൻബർഗ്സ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിനെ വളരെ നന്നായിട്ട് ഡി ബ്രോഗ്ലീസ് മാറ്റർ വേവ് പിക്ചർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഹൈസൻബർഗ്സ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ബോത്ത് ദ പൊസിഷൻ ആൻഡ് ദി മൊമെൻറ്റം of an electron or any other particle at the same time with കംപ്ലീറ്റ് അക്യുറസി. അതാണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയം നമുക്ക് മെഷർ ചെയ്യാൻ വളരെ ഡെഫിനിറ്റായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സപ്പോസ് ഡെൽറ്റ എക്സ് ഈസ് ദ അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ ആൻഡ് ഡെൽറ്റ പി ഈസ് ദ അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എച്ച് bar is h by 2 pi. According to uncertainty principle, the product of uncertainty in position and uncertainty in momentum is equal to h bar. അപ്പോൾ ഇതിൽ നമ്മൾ പൊസിഷനിൽ അൺസർട്ടൻറ്റി കുറവാണെങ്കിൽ മൊമെൻറ്റത്തിൽ ദർ വിൽ ബി എ ലാർജ് അൺസർട്ടൻറ്റി, അതേപോലെ തിരിച്ചും. ഇനി സപ്പോസ് വി ആർ കൺസിഡറിങ് ദാറ്റ് ദി ഇലക്ട്രോൺ ഹാസ് എ ഡെഫിനിറ്റ് മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്നാണ്. അപ്പോൾ നമുക്ക് മാറ്റർ വേവ് പിക്ചർ ഉപയോഗിച്ച് ഡി ബ്രോഗ്ലിൻ്റെ മാറ്റർ വേവ് പിക്ചർ ഉപയോഗിച്ച് ഈ ഹൈസൻബർഗ്സ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ദാറ്റ് ദ അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാംഡ ഈസ് ഫിക്സ്ഡ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേവാണ് ഇലക്ട്രോണുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ the wave has a definite wavelength എന്ന് പറഞ്ഞാൽ it will be a wave like this. ഇതിൻ്റെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അല്ലെ. ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നിട്ടുള്ളതാണ് വേവ് ലെങ്ത് ലാംഡ. ഇൻ ദിസ് കേസ് ദ വേവ് ലെങ്ത് ലാംഡ ഈസ് ഫിക്സ്ഡ്. സോ ലാംഡ ഫിക്സ്ഡ് ആയിക്കഴിഞ്ഞാൽ മൊമെൻറ്റം പി ഈസ് ഓൾസോ ഫിക്സ്ഡ്. അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം ബിക്കംസ് ഈക്വൽ ടു 0. But in this wave the electron can occupy any position. ഈ വേവിലെ ഇത് ഇലക്ട്രോണുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവാണ് വരച്ചത്. ഈ വേവിലെ എവിടെയാണ് ഇലക്ട്രോൺ എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ക്യാൻ ബി അറ്റ് എനി പൊസിഷൻ. നമുക്ക് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ തരുന്നത് ബോൺസ് പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ഈ according to Bond's probability theorem, the intensity of the wave at a point, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓർ സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാറ്റർ വേവ് അറ്റ് എ പോയിൻറ്റ് ഡിറ്റർമിൻസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ അറ്റ് ദാറ്റ് പോയിൻറ്റ്. ആംപ്ലിറ്റ്യൂഡ് കൂടിയ സ്ഥലത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പോയിൻറ്റ് കൂടുതലാണ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിടെയും ഈക്വൽ ആംപ്ലിറ്റ്യൂഡാണ്. ഈ വേവിന് intensity of the wave അല്ലെങ്കിൽ amplitude of the wave is the same everywhere. So we cannot say the position of the electron with any certainty. ഇന്ന സ്ഥലത്താണ് ഇലക്ട്രോൺ എന്ന് നമുക്ക് എല്ലാവിടെയും ഈക്വൽ പ്രോബബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് അത് ഇൻഫിനിറ്റ് ആയി എവിടെ വേണമെങ്കിലും ആവാം. അതായത് അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ ബിക്കംസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. There is equal probability the wavelength here the wavelength is extending over the wave is extending over all space അല്ലേ. അതുകൊണ്ട് the electron is not localized in any particular point. There is equal chance of finding the electron at any point in this wave, which means that delta x is tending to infinity. ഇനി suppose that delta x is finite. ഡെൽറ്റ എക്സ് ഈസ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് സപ്പോസ് ഇറ്റ് ഈസ് എ വേവ് പാക്കറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു വേവ് പാക്കറ്റാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ദ മാറ്റർ വേവ് അസോസിയേറ്റഡ് വിത്ത് ദി ഇലക്ട്രോൺ ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റെൻഡഡ് ഓവർ ഓൾ സ്പേസ്. ഇവിടെ ഇത് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ഓവർ സം ഫൈനൈറ്റ് റീജിയൻ. അതായത് ഡെൽറ്റ എക്സ് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വേർ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ എന്ന് ചോദിച്ചാൽ ഈ റീജിയൻസിലാണ് പ്രോബബിലിറ്റി മാക്സിമം. കാരണം
probability of finding the electron, it is proportional to the intensity of the wave or square of amplitude. അപ്പോൾ ഇവിടെ ഏറ്റവും ആംപ്ലിറ്റ്യൂഡ് ഇവിടെയാണ്, ഈ രണ്ട് റീജിയൻസിലാണ് ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ. അതുകൊണ്ട് ഐദർ ഹിയർ ഓർ ഹിയർ വി വിൽ ഫൈൻഡ് ദ ഇലക്ട്രോൺ എന്ന് നമുക്ക് ബോൺസ് പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ വെച്ച് പറയാം. അതായത് ഡെൽറ്റ എക്സ് കുറഞ്ഞു അല്ലേ, ദ പൊസിഷൻ അൺസർട്ടൻറ്റി ഈസ് ലെസ്. ബട്ട് ഹിയർ വി കനോട്ട് സേ വാട്ട് ഈസ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഇതാവാം, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ റഫ് കൊടുത്താൽ ഇതാവാം. സോ ഹിയർ ദർ ഇസ് ലാർജർ അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം ഓർ ഇൻ വേവ് ലെങ്ത്. ദർ ഇസ് ലാർജർ ഡെൽറ്റ പി എന്ന് പറയുന്ന അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം ഈസ് ലാർജ്. കാരണം വേവ് ലെങ്ത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വേവ് ലെങ്ത് ഇവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഇവിടെ വേറൊരു വാല്യൂ, ഈ വലുതെടുത്തു കഴിഞ്ഞാൽ അവിടെ വേറൊരു വാല്യൂ. സോ ഹിയർ we can say that there is uncertainty in position as well as in momentum. So the matter wave picture is very wonderfully explaining Heisenberg's uncertainty principle, that the position and momentum of a fast moving particle like electron cannot be determined simultaneously with 100% accuracy.